കഴിഞ്ഞ ദിവസം 1.5 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ കണ്ട ഏറ്റവും കൂടുതൽ കമൻറ്റുകളിലൊന്ന് അയാളെ കൊല്ലാൻ ഫോർ ദ പീപ്പിൾ പോലെ 4 പേര് വേണം, ഞാൻ ഒരാളുണ്ട്, ബാക്കി എത്ര 3 പേരെ കിട്ടണം എന്നാണ് ഒരാളുടെ കമൻറ്റ്. ആ കമൻറ്റിന് താഴെ 100 കണക്കിന് ചെറുപ്പക്കാർ വന്ന് മൂന്നാമതിൽ ഒരാൾ ഞാൻ, ബാക്കി ഒരാൾ ഞാൻ, ഇനി ഒരാളെ കൂടെ കിട്ടിയാൽ മതി. അങ്ങനെ ആ 4 സംഘത്തിൽ ഞാൻ വരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാരെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. ആരെ കൊല്ലാൻ? 1.5 വയസ്സുകാരനായ കുഞ്ഞിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ കൊല്ലാൻ. ഈ നിയമം ഇവിടെ പോരാത്തതാണ്, ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരെ കണ്ടു. എന്ന് വെച്ച് നാളെ അവരെല്ലാം കൂടെ ഇറങ്ങിയിട്ട് കൊല്ലാൻ വരുമോ? ഇല്ല. അതൊരു വൈകാരിക പ്രകടനമാണ്, രോഷപ്രകടനമാണ്. ആ രോഷപ്രകടനം ഓഫ്ലൈനിൽ ആ നിലയ്ക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ആ നിലയ്ക്ക് പ്രതിഫലിക്കുന്നു വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. നമ്മൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി മാത്രമല്ല, ഓരോ ദിവസവും സാമൂഹിക അനീതിയുമായി ബന്ധപ്പെട്ടും ഭരണ സംവിധാനങ്ങളുടെ വിയോജിപ്പുമായി ബന്ധപ്പെട്ടും ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങളോട് വലിയ തോതിലാണ് റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. പക്ഷെ അവയെല്ലാം നാളെ വോട്ടായി മാറുമെന്നോ അവയെല്ലാം ഒരു സമരത്തിൻ്റെ രൂപത്തിൽ തെരുവിലേക്ക് വരുമെന്നോ വിചാരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഓൺലൈനിൽ രൂപപ്പെട്ടുള്ള ഈ CJP ഒരു മൂവ്മെൻറ്റായി മാറുന്നു എന്ന് കാണാൻ നിവൃത്തിയില്ല. അങ്ങനെ ആയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് ആളുകളെ ട്രിഗർ ചെയ്യുകയും അതിപ്പോൾ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാക്കുകയും സന്ദർഭം നമുക്കറിയാം. പക്ഷേ ആ നിലയ്ക്ക് ഇത് ഡെവലപ്പ് ചെയ്യില്ല. എന്തുകൊണ്ട് ആൾ കൂടിയില്ലെന്ന് ചോദിച്ചാൽ പല കാരണം വേണമെങ്കിൽ പറയാം. ഒന്നാമത്, കേന്ദ്ര സർക്കാർ ഇത് വിദേശ ഗൂഢാലോചനയാണ്, സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത പദ്ധതിയാണ്, ഇത് മറ്റു പല രാജ്യങ്ങളിലും കണ്ടല്ലോ, നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ കണ്ടതുപോലുള്ള പരിപാടിയാണെന്നൊരു നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് സീരിയസ് ആണ്. അപ്പോൾ ആ സമരത്തിലേക്ക് നമ്മൾ ഫിസിക്കലി ചെന്ന് ഇറങ്ങിക്കൊടുത്താൽ ഒമർ ഖാലിദുമാരെ ഓർമ്മയുള്ളവരായിരിക്കും ഒരു ചെറുപ്പക്കാർ. നമ്മൾ ഇറങ്ങിക്കൊടുത്താൽ സർക്കാർ വല്ല UAPയും പിടിച്ച് അകത്തിടുക, കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, ഏത് കേസും എടുക്കാം. ഈ ഗവൺമെൻറ്റിന് അത്തരം ഒരു തത്വദീക്ഷയില്ല. ആ ഭയപ്പാട് ആളുകളെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ അതൊരു ഘടകമായിരിക്കാം. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ CJPയിൽ ആൾക്കാർ ഫോളോ ചെയ്തിട്ടുള്ളത്. അവർക്കെല്ലാം കൂടെ ഡൽഹിയിൽ വരിക എന്നുള്ള പോസിബിൾ ആയിട്ടുള്ള കാര്യവുമല്ല. ആദ്യത്തേലാണ് ഞാൻ ഊന്നുന്നത്, ആളുകളുടെ ധാർമ്മിക രോഷം, പെട്ടെന്നുള്ള രോഷം അവർ രേഖപ്പെടുത്തുന്ന ഒരു ലൈക്ക് ഒരു ഫോളോ ബട്ടൺ ഞെക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം അതെല്ലാം ഒരു വലിയ മൂവ്മെൻ്റായി മാറുന്നു എന്നുള്ളതല്ല.